തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ, അതായത് ഇഡി നടത്തിയ റെയ്ഡിൽ ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ സ്ഥലത്തുണ്ടായിരുന്ന മുഴുവൻ CPM നേതാക്കളെയും ചോദ്യം ചെയ്യാനുള്ള ഒരു നിർണായകമായ നീക്കത്തിലേക്കാണ് ഇപ്പോൾ SIT കടന്നിട്ടുള്ളത്. നേതാക്കൾക്ക് നോട്ടീസ് അയച്ചു തുടങ്ങിയെന്നാണ് SIT പറയുന്നത്. അതായത് CPIM സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ, ജോൺ ബ്രിട്ടാസ് MP, ബി ജോയ്, ബിനീഷ് കോടിയേരി അടക്കമുള്ള എല്ലാവരെയും ചോദ്യം ചെയ്യുമെന്നാണ് SIT ഇപ്പോൾ പറയുന്നത്. അതേസമയം കേസിൽ 6 CPM പ്രവർത്തകർക്ക് കൂടി ഹൈക്കോടതി ജാമ്യം നൽകി. IP ബിനു, അതോടൊപ്പം തന്നെ രേവന്ത്, ഉണ്ണികൃഷ്ണൻ, ദിനകർ, ദിലീപ് നായർ, ഉണ്ണി DS എന്നിവർക്കാണ് ജാമ്യം അനുവദിച്ചത്. ഇന്നലെ ഷഹീൻ, അതോടൊപ്പം തന്നെ നിതിൻ രാജ് എന്നിവർക്ക് ജാമ്യം നൽകിയിരുന്നു. സർക്കാരിന്റെയും ഇഡിയുടെയും എതിർപ്പ് തള്ളിയാണ് ഹൈക്കോടതി പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചത്. ഇതോടെ കേസിൽ 21 പ്രതികൾക്കും ജാമ്യം ലഭിച്ചു. 68 ദിവസത്തിലധികമായി ജയിലിൽ കഴിയുകയും കേസ് അവസാന ഘട്ടത്തിൽ എത്തിയതും പരിഗണിച്ചാണ് കോടതി ജാമ്യം അനുവദിച്ചത്. പിണറായി വിജയന്റെ തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ വസതിയിൽ മെയ് 27-നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 8 മണിക്കൂറോളം നീണ്ട മിന്നൽ പരിശോധന നടത്തിയത്. അദ്ദേഹത്തിന്റെ മകൾ വീണ വിജയന്റെ എസ്ലാലോജിക്കൽ കമ്പനിയും CMRL-ഉം തമ്മിലുള്ള മാസപ്പടി ഇടപാടുകളെയും അതോടൊപ്പം തന്നെ കള്ളപ്പണം വെളുപ്പിക്കൽ അന്വേഷിക്കുന്നതിന്റെയും ഭാഗമായായിരുന്നു ഇഡി റെയ്ഡ് നടത്തിയത്. മാസപ്പടി കേസിലെ ഇഡി അന്വേഷണത്തിലുള്ള നിയമപരമായ തടസ്സങ്ങൾ ഹൈക്കോടതി നീക്കിയതിന് തൊട്ടു പിന്നാലെയാണ് റെയ്ഡ് നടത്താൻ ഇഡി തീരുമാനിച്ചത്. റെയ്ഡ് കഴിഞ്ഞ ഉദ്യോഗസ്ഥർ പുറത്തേക്ക് മടങ്ങിയ വാഹനങ്ങൾ വളഞ്ഞ് CPM, DYFI, SFI പ്രവർത്തകർ കല്ലുകൾ, മരകഷ്ണങ്ങൾ, ഇഷ്ടിക എന്നിവ ഉപയോഗിച്ച് കാറുകൾ ആക്രമിക്കുകയായിരുന്നു. അന്വേഷണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നതിന്റെ സൂചനയാണ് SIT ഇപ്പോൾ ഒരു നീക്കം നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് മുതിർന്ന CPM നേതാക്കളെല്ലാം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കം. അതിനുവേണ്ടിയാണ് ഇപ്പോൾ ആദ്യഘട്ട നിലയിലേക്ക് നോട്ടീസ് അയച്ചത്. അന്വേഷണം CPM-ലെ മുതിർന്ന നേതാക്കളിലേക്ക് എത്തിയിരുന്നു. അത് ഇപ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയായി മാറുന്ന ഒരു സാഹചര്യമാണ്. ഇനി എന്തും സംഭവിക്കാം എന്നുള്ള ഒരു തരത്തിലേക്കാണ് അവസാനഘട്ട അന്വേഷണം ഇപ്പോൾ പോകുന്നത്. ഇഡി ആക്രമിച്ച കേസിൽ ഗൂഢാലോചന എന്തെങ്കിലും ഈ CPM-ലെ മുതിർന്ന നേതാക്കളുടെ ഭാഗത്ത് നിന്ന് നടന്നിട്ടുണ്ടെങ്കിൽ, അത് ജോൺ ബ്രിട്ടാസിന്റെ ഭാഗത്തോ വി ജോയിയുടെ ഭാഗത്തോ ശിവൻകുട്ടിയുടെ ഭാഗത്തോ അല്ലെങ്കിൽ MV ഗോവിന്ദന്റെ ഭാഗത്ത് നിന്നും എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ, അതായത് അവരുടെ ഫോൺ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ വാട്സപ്പ് വഴിയോ ഈ CPM പ്രവർത്തകരെയോ DYFI പ്രവർത്തകരെയൊക്കെ ഈ വഴുതക്കാട് വസതിയിലേക്ക്, പിണറായി വിജയന്റെ വസതിയിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ടെങ്കിൽ അതൊരു കുറ്റമായി തന്നെ മാറും. അതൊരു ഗൂഢാലോചനയായിട്ട് മാറും. ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ അവർ മുൻകൂട്ടി പദ്ധതി തയ്യാറാക്കി എന്നതിന്റെ ഒരു തെളിവായി മാറും എന്നതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ വരുമ്പോൾ ഗോവിന്ദനെയും ശിവൻകുട്ടിയും അടക്കം അറസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യത്തിലേക്ക്, അവരുടെ പേരിൽ കേസെടുക്കേണ്ട ഒരു കാര്യത്തിലേക്ക് SIT നീങ്ങും. അങ്ങനെ വരുമ്പോൾ അത് UDF സർക്കാരിന് നേരെ പ്രതിഷേധത്തിനുള്ള ഒരു സാധ്യതയായിട്ട് കാര്യങ്ങൾ മാറും. ബന്ധപ്പെട്ട അന്വേഷണ സംഘം ഇപ്പോൾ ഇഡി ആക്രമിച്ച കേസിൽ SIT ഇപ്പോൾ ബിനീഷ് കോടിയേരിയുടെ പിറകിലേക്കാണ് പോകുന്നത്. അന്വേഷണം നടന്ന ദിവസത്തെ ബിനീഷ് കോടിയേരിയുടെ ഫോൺ വിളികൾ അതിന്റെ പ്രത്യേക അന്വേഷണ സംഘം ശേഖരിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരം. കേസിൽ പ്രതികളായ 25 പേരുമായി ബിനീഷ് കോടിയേരി ആശയവിനിമയം നടത്തിയിട്ടുണ്ടോ, ഈ പ്രതികളെ എല്ലാം ബിനീഷ് കോടിയേരിയാണോ ഫോൺ വിളിച്ച് അല്ലെങ്കിൽ വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് അവരെ വഴുതക്കാടേക്ക്, പിണറായിയുടെ വസതിയിലേക്ക് മുന്നിൽ കൊണ്ടുവന്നത് എന്നൊരു സംശയം അന്വേഷണ സംഘത്തിനുണ്ട്. അത് സാധൂകരിക്കാനാണ് ഇപ്പോൾ, അല്ലെങ്കിൽ അതൊന്ന് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ ബിനീഷിന്റെ ഫോൺ രേഖകളെല്ലാം തന്നെ ഇപ്പോൾ SIT പരിശോധിക്കുന്നത്. കേസിൽ ഗൂഢാലോചന സംബന്ധിച്ച അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഈ നടപടികൾ. നേരത്തെ പ്രതികളായ ഷഹീൻ, നിതിൻ രാജ് എന്നിവർക്ക് ജാമ്യം ഹൈക്കോടതി നൽകിയിരുന്നു. സർക്കാരിന്റെയും ഇഡിയുടെയും എതിർപ്പ് തള്ളിയാണ് കോടതി ഇവർക്കെല്ലാം ജാമ്യം നൽകിയത്. അതിൽ കടുത്ത ഒരു നിർദ്ദേശം നൽകിയിരുന്നു. അതായത് തിരുവനന്തപുരത്തേക്കൊന്നും പോകരുത് എന്നുള്ള ഒരു ചില നിർദ്ദേശങ്ങൾ കോടതി മുന്നിട്ട് വച്ചിട്ടുണ്ടായിരുന്നു. ഇതോടെ കേസിൽ ജാമ്യം ലഭിച്ച പ്രതികളുടെ എണ്ണം 21ആയി. 68 ദിവസമായിട്ടാണ് പ്രതികൾ തടവിൽ കഴിയുന്നത്. അന്വേഷണം അവസാന ഘട്ടത്തിൽ എത്തിയെന്ന നിലയിലേക്ക് ജാമ്യം അനുവദിക്കാം എന്നുള്ള ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. പക്ഷേ 90 ദിവസത്തിന് മുമ്പ് തന്നെ ഒരു ഭാഗികമായ ഒരു കുറ്റപത്രം ഇഡി ഹൈക്കോടതിയിലേക്ക് സമർപ്പിക്കുമെന്നാണ്, അല്ലെങ്കിൽ 90 ദിവസത്തിന് മുമ്പ് തന്നെ SIT ഇഡിയെ ആക്രമിച്ച കേസിൽ ഒരു ഭാഗികമായ ഒരു കുറ്റപത്രം സമർപ്പിക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ.